തിരൂർ സ്വദേശിയായ നൂഹിന്റെ ബന്ധുവാണ് ഇപ്പോൾ തിരൂർ കൂട്ടായി നൂഹിന്റെ സഹോദരനാണ്. പിന്നെ മരിച്ച വിവരം കിട്ടി ഞങ്ങള് ആംബുലൻസുമായി വന്നാണ് ഓടിക്കൊണ്ടുപോകാനായിട്ട്. ഞങ്ങൾ ഏകദേശം ഒരു 6 മണിക്ക് 7 മണിന് മുമ്പായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതുവരെ ഫ്ലൈറ്റ് ലേറ്റാന്നാ പറയുന്നത്. 10:30 ശേഷം ഇറങ്ങുള്ളൂ പറയുന്നു. അവിടെ അതായത് നാട്ടിൽ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഒരുക്കി? നാട്ടിൽ അതിന്റെ കബറടക്കം ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പൊ വിട്ടുകിട്ടിയാല് അതിനനുസരിച്ച് ചെയ്യും. വീട്ടുകാരൊക്കെ നേരത്തെ വിവരം രാത്രി വെളുപ്പോടെ 3:30 അറിയുന്നത്. അതിനു മുമ്പ് ഇത് സംഭവിച്ച ഉടനെ ആള് മിസ്സിംഗ് ആണെന്നുള്ള അറിയാം. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ അന്വേഷിച്ചതിന്റെ കേസാണ് ഇങ്ങനെ ആള് ഹോസ്പിറ്റലിലുണ്ട്, മരണപ്പെട്ടിരിക്കുന്നു പറയുന്നത്. രാത്രി 3:30 ഞങ്ങൾ അറിയുന്നത്. എത്ര വർഷമായി ഇപ്പം കുവൈത്തിൽ? ഏകദേശം കുവൈത്തി ജീവിതം എന്ന് പറഞ്ഞാൽ 10 വർഷത്തോളമായി. ഇപ്പൊ ഈ കമ്പനിയിലേക്ക് മാറിയിട്ട് 2 മാസമായുള്ളൂ. നാട്ടിലെപ്പോഴാ തിരിച്ചു? നാട്ടിലിപ്പോ വന്നിട്ടിപ്പോ കഴിഞ്ഞ റമദാന്റെ മുമ്പ് വന്നിരുന്നു. അങ്ങനെ 1 മാസം കഴിഞ്ഞ് റമദാന്റെ പെരുന്നാളിന് ശേഷം പോയതാ. വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. വിളിച്ചിരുന്നു. ആ ടൈമിൽ ഓൺലൈനിൽ ആളുണ്ടായിരുന്നു. പിന്നെ മൊബൈൽ അവിടെ രക്ഷപ്പെടുന്ന രൂപത്തിൽ അവിടെ വെച്ച് മറന്നു പോയതാണ്. സംഭവം നടക്കുന്ന തൊട്ട് മുന്നേ വാട്സാപ്പുകൾ ഉണ്ടായിരുന്നു. അന്ന് രാവിലെ മിസ്സിംഗ് ആയതിനു ശേഷം പിന്നെ ആളെ കിട്ടിയിട്ടില്ല. വീട്ടിലാരൊക്കെയുള്ളത്? വീട്ടില് ഭാര്യ, 3 കുട്ടികള്, 3 ചെറിയ പെങ്കൊച്ചുങ്ങളാണ്. പിന്നെ ഇപ്പോൾ എറണാകുളത്ത് കളക്ടറുടെ പ്രതികരണത്തിലേക്ക്. പൈലറ്റ് വെഹിക്കിൾസ് റെഡിയാണ്. ബോഡി നമ്മുടെ ഈ 31 പേരുടെ ബോഡീസും ഇവിടെ വെച്ചിട്ട് ബഹുമുഖ്യമന്ത്രി മിനിസ്റ്റേഴ്സ് അവരുടെ ലാസ്റ്റ് റെസ്പെക്ട്സ് പേ ചെയ്തിട്ട് നമുക്ക് ഉടനെ തന്നെ കൊണ്ടുപോകണം. നമുക്ക് ലാസ്റ്റ് റെസ്പെക്ട് പേ ചെയ്ത ഉടനെ കൊണ്ടുപോകും. ബിക്കോസ് ഫാമിലീസ് എല്ലാം അവിടെ വെയിറ്റിംഗ് ആണ്. അവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെ അഡ്രസ്സസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ കൊണ്ടുപോകാം. ഓക്കെ. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. 31 ഡെഡ് ബോഡീസും 31 മൃതദേഹങ്ങളും അവിടെ ടേബിളിലേക്ക് വയ്ക്കും. ടേബിളിൽ വെച്ചതിനു ശേഷം മന്ത്രിമാരും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അന്തിമോപചാരം അർപ്പിക്കും. അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷം ആ മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് മാറ്റി തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അവരെ കാത്തിരിക്കുന്നവരാണ്. അവസാനമായി ഗിഫ്റ്റുമായി എത്തുന്നത്, സന്തോഷ വാർത്തയുമായി എത്തുന്നത്, ഒക്കെ കാത്തിരുന്ന മനുഷ്യരിലേക്കാണ് ചേതനയേറ്റ ശരീരങ്ങളുമായി ഇനി ആംബുലൻസ് എത്താൻ പോകുന്നത്. അവരെയൊക്കെ യാത്രയക്കാൻ ഇതേ എയർപോർട്ടിൻ്റെ ടെർമിനലുകളിൽ അവർ എത്തിയത് അവരുടെ സ്വന്തം വാഹനങ്ങളിലോ അവർ വാടകയ്ക്കെടുത്ത വാഹനങ്ങളിലോ ഒക്കെയാവും. ഇപ്പോൾ അവരെ കാത്തിരിക്കുന്നത് സർക്കാരിൻ്റെ ആംബുലൻസാണ്. വളരെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങളാണ്. ഇന്ന് 10:30 മൃതദേഹങ്ങളെല്ലാം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിക്കും. മുഖ്യമന്ത്രിയും ബാക്കി മന്ത്രിമാരും കേന്ദ്ര വിദേശ കാര്യ മന്ത്രി ഇപ്പോൾ വിമാനത്തിലുണ്ട്. അദ്ദേഹവും കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയും അടക്കമുള്ളവർ മൃതദേഹങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യും.